ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായ 5 കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 1, ലബോദിക്ക സഭയുടെ ദൂതൻ എഴുതുക. 2, യേശു ക്രിസ്തു വിശ്വസ്തനാണ്. 3, സത്യവാനുമായ സാക്ഷി. 4, ദൈവസൃഷ്ടിയുടെ ആരംഭമായവൻ. ഈ 4-ാമത്തെ പോയിൻ്റാണ് ഇന്നലെ നമ്മൾ അല്പമായിട്ട് പഠിച്ചു വെച്ചത്. ഇന്ന് അതിൻ്റെ ബാലൻസ് ഭാഗം ചിന്തിക്കാനായിട്ട് പോവുകയാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്ന സൃഷ്ടിവാദികൾ എടുക്കുന്ന വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. പ്രധാനമായി 3 വാക്യങ്ങൾ: സദൃശവാക്യം 8:22 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ, കൊലോസ്യ ലേഖനം 1:15, വെളിപ്പാട് 3:14. യേശുക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പഠിപ്പിക്കാനായിട്ട് എടുക്കുന്ന വാക്യങ്ങളാണ് ഇവ. യേശുക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള പഠിപ്പിക്കലുകൾ 4-ാം നൂറ്റാണ്ട് മുതൽ ശക്തി ആർജിച്ചു വന്നു. 1, അറിയൂസ് എന്ന അലക്സാണ്ട്രിയക്കാരന്. 2, ക്രിസ്ത്യൻ സയൻസ് യൂണിവേഴ്സിറ്റി. 3, റസൽ മതം, അതായത് ഇന്നത്തെ യഹോവ സാക്ഷികൾ. 4, ആര്യനിസം. 5, ഇസ്ലാം മതം തുടങ്ങിയവർ ഈ വിശ്വാസക്കാരാണ്. AD 325 നിക്കിയ കൗൺസിൽ ഇത് ദുരുപദേശമാണെന്ന് കണ്ടെത്തുകയും അറിയൂസിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്തു. വചനാടിസ്ഥാനത്തിൽ അന്നത്തെ പോലെ തന്നെ ഇന്നും ഇത് ദുരുപദേശം തന്നെയാണ്. അറിയൂസിനെ അന്ന് സാത്താൻ വശീകരിച്ചതുപോലെ ഇന്ന് യഹോവ സാക്ഷികളെയും ഇസ്ലാം മതക്കാരെയും സാത്താൻ ശക്തമായി വശീകരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ബൈബിൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സദൃശവാക്യം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജ്ഞാനത്തെ ബുദ്ധിമതിയായ ഒരു സ്ത്രീയോട് താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് അഥവാ വർണ്ണിച്ചിരിക്കുന്നതാണ്. സദൃശവാക്യം 8:12 വാക്യം നോക്കൂ. ജ്ഞാനം എന്ന ഞാൻ എന്ന പ്രസ്താവന അതിന് തെളിവാണ്. സദൃശവാക്യം 8:22 തൊട്ട് 26 വരെ യേശുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് യഹോവ സാക്ഷികൾ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ സദൃശവാക്യം 8:1-2 വാക്യങ്ങൾ ജ്ഞാനിയായവൾ, ബുദ്ധിയായവൾ എന്നിങ്ങനെ അവൾ എന്നുള്ള പ്രസ്താവന 4 പ്രാവശ്യം കാണുന്നു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു പെണ്ണാണെന്ന് അല്ലെങ്കിൽ സ്ത്രീയാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ വന്നാൽ മറിയത്തിൻ്റെ പുത്രി, ദാവീദിൻ്റെ പുത്രി, ദൈവപുത്രി, തച്ചൻ്റെ പുത്രി എന്നൊക്കെ വിളിക്കണം. എന്തുകൊണ്ട് അപ്രകാരം വിളിച്ചില്ല? സദൃശവാക്യം 8-ൽ പറയുന്നത് യേശു ക്രിസ്തുവിനെ അല്ല എന്നുള്ളത്. പഴയ നിയമത്തിൽ യേശു ക്രിസ്തു പെണ്ണായും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പുരുഷനായും വരുമോ? പഴയ നിയമത്തിൽ തന്നെ ക്രിസ്തുവിനെ പുരുഷനായി അവതരിപ്പിക്കുന്ന വാക്യങ്ങളുണ്ട്. യെശയ്യാവ് 9:6 അവൻ്റെ തോളിൽ ഇരിക്കും, അവളുടെ എന്നല്ല അവൻ്റെ എന്നാണ്. മീഖ 5:2 അധിപതിയായവൻ എന്നാണ്, അധിപതിയായവൾ എന്നല്ല. അവൻ്റെ ഉത്ഭവം, അവളുടെ ഉത്ഭവം എന്നല്ല. ഇത്യാദി തെളിവുകൾ കൊണ്ട് സദൃശവാക്യം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല എന്നത് വ്യക്തമാണ്. മുമ്പേ ഓർപ്പിച്ചതുപോലെ 8:12 ജ്ഞാനം എന്ന ഞാൻ, ജ്ഞാനത്തെ ഒരു സ്ത്രീയോട് സാദൃശ്യപ്പെടുത്തി, അലിഗോറിക്കൽ പ്രയോഗമെന്ന് പറയും, സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നതാണ്. സദൃശവാക്യം 8-ൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനിയായവൾ, ബുദ്ധിയായവൾ എന്ന ആ പരാമർശം മറിയമാണ് എന്ന് ഒരുപറ്റം കത്തോലിക്കക്കാർ വിശ്വസിക്കുന്നു, അങ്ങനെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറിയത്തെ സംബന്ധിച്ചല്ല. മറിയത്തിന് സർവ്വജ്ഞാനം ഇല്ല. സാധാരണ മനുഷ്യർക്കുള്ളതുപോലുള്ള ജ്ഞാനം മാത്രമേ മറിയത്തിനും ഉള്ളൂ. തെളിവുകൾ 1-2 നിരത്തുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:34 ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുക്കൽ വന്ന് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ മറിയം തിരിച്ചു പറയുന്നത് ഞാനൊരു പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കും എന്നാണ്. ദൈവിക ജ്ഞാനം നിറഞ്ഞവൾ ആണ് എങ്കിൽ അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നല്ല പറഞ്ഞത്. ഞാനൊരു പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കും. അപ്പോൾ സർവ്വജ്ഞാനമില്ല എന്ന് അത് വ്യക്തമാക്കുന്നു. മറിയത്തിന് സർവ്വജ്ഞാനമില്ല എന്നുള്ളതിന് മറ്റൊരു തെളിവ് ലൂക്കോസ് 2:41 തൊട്ട് 51 വരെയുള്ള വേദവാക്യങ്ങളാണ്. യേശുവിന് 12 വയസ്സായപ്പോൾ തൻ്റെ മാതാപിതാക്കൾ തന്നെയും കൂട്ടി പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മറിയവും യോസഫും ഒരുപറ്റം ജനം കൂടെ യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്ത് ഏകദേശം 10-40 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് കാണും എന്ന് ന്യായമായിട്ട് കരുതാം. അങ്ങനെ ആ യാത്രയിൽ പലരും പോയി ഒടുവിൽ യേശു കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കി തിരിച്ച് യേശു ക്രിസ്തുവിനെ ചെന്ന് കാണുന്നത് നമുക്ക് വായിപ്പാനായിട്ട് സാധിക്കുന്നു. സർവ്വജ്ഞാനം ഉള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ അമ്മ വിശുദ്ധ മറിയം എങ്കിൽ യേശു ക്രിസ്തു തൻ്റെ ഈ യാത്രയില്ല എന്ന് ആദ്യമേ അറിയണമായിരുന്നു. അറിയാത്തതുകൊണ്ട് നമ്മളെപ്പോലെ ജ്ഞാനമുള്ള ഭാഗ്യവതിയായ ഒരു സ്ത്രീയാണ് വിശുദ്ധ മറിയമെന്ന് നമുക്ക് ന്യായമായിട്ട് കരുതാം. ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് കൊണ്ട് ഉൽപ്പത്തി മുതലേ മറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് ചിലർ വാദിക്കുന്നു. മറിയത്തെ ഉൽപ്പത്തിക്കുറിച്ച് മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട ദൈവം ഇതിനെ സംബന്ധിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ട് എന്ന് എഫീസർ 1:24 വ്യക്തമാകുന്നു. മറ്റൊരു കൂട്ടർ വാദിക്കുന്ന ഒരു വാക്യം ഉൽപ്പത്തി 2:24 ഈ വാക്യത്തിൽ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇവിടെ ആദത്തിൻ്റെ അമ്മ മറിയമാണെന്ന് ഒരു കൂട്ടർ പഠിപ്പിക്കുന്നു. അതായത് എംബർ ഇമ്മാനുവേൽ, തൃശ്ശൂർ മൂര്യാടുള്ള എംബർ ഇമ്മാനുവേൽ എന്ന കൂട്ടരാണ് ഉൽപ്പത്തി 2:24 ഇവിടെ പറയുന്ന ആ അപ്പനും അമ്മയും എന്നുള്ളത് മറിയത്തെ സംബന്ധിച്ചാണ് എന്ന് പഠിപ്പിക്കുന്നത്. ഇത് തികച്ചും വചനവിരുദ്ധമാണ്. ആദാം ഹവ്വ ഏദനിൽ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഏകദേശം 10,000 വർഷത്തിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് മോശയിലൂടെ ഉൽപ്പത്തി പുസ്തകം എഴുതുന്നത്. അപ്പോൾ മോശയുടെ പശ്ചാത്തലവും പരിശുദ്ധാത്മാവ് ഇതിൽ ചേർത്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് ഭാര്യയ്ക്കും ഭർത്താവിന് ഭാര്യയുമാണ് ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷമേ മാതാപിതാക്കളുള്ളൂ. ഇവിടെ പറയുന്ന മാതാപിതാക്കൾ മറിയവും ദൈവവുമാണെന്ന് സമ്മതിച്ചാൽ പോലും പ്രശ്നമാണ്. കാരണം അപ്പനെയും അമ്മയും വിട്ടു പിരിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മത്തായി 10:37. യേശു ഇതിന് വിരുദ്ധമായിട്ട് പറയുമോ? മറിയത്തിന് ഉൽപ്പത്തി 2:24 വാക്യമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. കൊലോസ്യ ലേഖനം 1:15
വെളിപ്പാട് പുസ്തകം 3:14. സർവ്വസൃഷ്ടിക്കും ആദിജാതൻ, ദൈവസൃഷ്ടിയുടെ ആരംഭമായവൻ. ആദിജാതൻ എന്നതിന് ബൈബിൾ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് പ്രോട്ടോടോക്കോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് 3 അർത്ഥമാണ്, അഥവാ 3 രീതിയിലാണ് ബൈബിൾ പരാമർശിച്ചിരിക്കുന്നത്. 1, തൻ്റെ സൃഷ്ടികളിൽ മുമ്പൻ. അക്ഷരീക ജനനക്രമത്തിൽ ഒന്നാമൻ, ലൂക്കോസ് 2:27. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരിൽ ഒന്നാമൻ. പുനരുദ്ധാനത്തോടെ ബന്ധത്തിലാണ് ആദിജാതൻ. വെളിപ്പാട് 1:5, 1 കൊരിന്ത്യർ 15:20, കൊലോസ്യർ 1:18. സഭയോടുള്ള ബന്ധത്തിൽ അനേക സഹോദരന്മാരിൽ ആദിജാതനാണ് ക്രിസ്തു. സഭയുടെ തലയാണ് ക്രിസ്തു. നാം സഭയുടെ ശരീരമാണ്. റോമാലേഖനം 8:29. 2, സൃഷ്ടിയുടെ മേൽ അധികാരമുള്ളവൻ. മുഴു ജനത്തിൻ്റെയും മുമ്പിൽ ശ്രേഷ്ഠ സ്ഥാനം കാണിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ആദിജാതൻ. പുറപ്പാട് 4:22 ഇസ്രയേൽ എൻ്റെ ജാതിജാതൻ. ഇരമ്യാവ് 31:9 എഫ്രീം എൻ്റെ ജാതിജാതൻ. സങ്കീർത്തനം 89:27 ദാവീദിന് ആദ്യമായി ജനിച്ചത് ശലോമോൻ അല്ല, എന്നിട്ടും ശലോമോനെ ആദിജാതൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. 3, സർവ്വസൃഷ്ടിക്കും അത്യുന്നതൻ, സർവ്വസൃഷ്ടിയുടെ മേലും ആധിപത്യമുള്ളവൻ. കൊലോസ്യലേഖനം 1:15 സർവ്വസൃഷ്ടിക്കും ആദിജാതൻ. ഈ വാക്യത്തിൽ ആദിജാതനായ സൃഷ്ടിയെന്നോ സൃഷ്ടികളിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടവനെന്നോ അല്ല ഇവിടെ അർത്ഥം ആക്കുന്നത്, മറിച്ച് സൃഷ്ടികൾക്കെല്ലാം മുമ്പേ ഉള്ളവനും അവയുടെ മേൽ ആധിപത്യം ഉള്ളവനും എന്ന അർത്ഥം. വെളിപ്പാട് പുസ്തകം 3:14 സർവ്വസൃഷ്ടിക്കും ആരംഭമായവൻ എന്ന് വെച്ചാൽ സൃഷ്ടികൾ തന്നിൽ നിന്ന് ഉത്ഭവിച്ചു എന്നർത്ഥം. സകലത്തിനും കാരണഭൂതൻ. ഇവിടുത്തെ ആദിജാതൻ എന്നത് സമയത്തെ പരാമർശിക്കുകയല്ല, മറിച്ച് സ്ഥാനത്തെയും പദവിയെയും പ്രീതിയെയും കുറിക്കുന്നതാണ്. യേശുക്രിസ്തു സൃഷ്ടിക്കപ്പെട്ട ആദ്യ ജീവിയല്ല, അവൻ സകലത്തെയും സൃഷ്ടിച്ച മഹാദൈവമാണ്. ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും തന്നെ സൃഷ്ടിക്കുക സാധ്യമല്ല. സകല സൃഷ്ടിക്കും മുമ്പേ ഒരുവനുണ്ടെങ്കിൽ അവൻ സൃഷ്ടാവാണ്. കൊലോസിയർ 1:15-16 വാക്യത്തിൽ യഹോവ സാക്ഷികൾ അവരുടെ പുതിയ ഭാഷാന്തരം ബൈബിളിൽ മറ്റുള്ളത് എന്ന് തിരുത്തി. അപ്പോൾ അവർ ഈ വാക്യങ്ങളെ വെച്ച് പഠിപ്പിക്കുന്നത് യഹോവ യേശുവിനെ സൃഷ്ടിച്ചു, അതിനുശേഷം യേശുക്രിസ്തു മറ്റുള്ളതെല്ലാം സൃഷ്ടിച്ചു എന്നാണ്. ഗ്രീക്ക് ബൈബിളോ KJV, NIV തുടങ്ങിയ ഭാഷാന്തരത്തിലോ ഇങ്ങനെ ഒരു വാക്ക് പോലും ഇല്ല. ഇനി വാദത്തിനായി യേശുക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് അംഗീകരിച്ചാൽ പോലും അത് വചന വിപരീതമാണ്. ഉദാഹരണം 1, പഴയ നിയമത്തിൽ സകലതും സൃഷ്ടിച്ചത് യഹോവയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവാണ് സകലതും സൃഷ്ടിച്ചത്. യോഹന്നാൻ 1:1-3 വരെയുള്ള വാക്യങ്ങൾ, കൊലോസിയർ 1:15-16 വാക്യങ്ങൾ. ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം സൃഷ്ടിച്ചത്, യഹോവയോ ക്രിസ്തുവോ? ഇതിന് യഹോവ സാക്ഷികൾക്ക് മറുപടിയില്ല. പഴയ നിയമത്തിൽ കാണുന്ന യഹോവ യാം പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന കാര്യം നാം മറന്നു പോകരുത്. ഉദാഹരണം 2, എബ്രായലേഖനം 1:6 ആദിജാതൻ എന്ന നിലയിൽ ക്രിസ്തു ആരാധന സ്വീകരിക്കുന്നു. യേശുക്രിസ്തു സൃഷ്ടിയാണെങ്കിൽ ആരാധന സ്വീകരിപ്പാൻ പാടുണ്ടോ? കാരണം പുറപ്പാട് പുസ്തകം, ആവർത്തനം തുടങ്ങിയ പുസ്തകങ്ങളിൽ യാതൊരു സൃഷ്ടിയെയും ആരാധിക്കരുതെന്ന്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കൽപ്പിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിടെ ആരാധന സ്വീകരിക്കുന്നെങ്കിൽ ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ്? യേശുക്രിസ്തു സൃഷ്ടിയല്ല, മറിച്ച് സൃഷ്ടാവാണ് എന്ന് ഈ 2ാമത്തെ ഉദാഹരണം കൊണ്ട് വ്യക്തമാകുന്നു. 3ാമത്തെ ഉദാഹരണം, എല്ലാ സൃഷ്ടികളും ദൈവത്തെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആരാധിക്കുന്നു. ക്രിസ്തു സൃഷ്ടിയാണെങ്കിൽ എന്തുകൊണ്ട് 33.5 വർഷം ഈ ഭൂമിയിൽ ശരീരത്തോടെ ജീവിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും ദൈവത്തെ ആരാധിച്ചില്ല? അതിന് കാരണം താൻ ആരാധന കൊടുക്കേണ്ട സൃഷ്ടിയല്ല, മറിച്ച് ആരാധന സ്വീകരിക്കേണ്ട സൃഷ്ടാവാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയം ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചപ്പോൾ ഈ വിഷയം വിശാലമായിട്ട് ചിന്തിച്ചത് ആണ്. ഉദാഹരണം 4, മുഹമ്മദ് എന്ന് പറയുന്ന നബി എന്ന് പറയപ്പെടുന്ന മുഹമ്മദ്, പൗലോസ്, പത്രോസ് മനുഷ്യരെല്ലാം തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തു എവിടെയും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം പ്രാർത്ഥന ചോദിക്കേണ്ട മനുഷ്യനല്ല, മറിച്ച് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ആദിജാതൻ എന്നതിന് ആദ്യം ജനിച്ചവൻ എന്ന അർത്ഥം തിരുവഴുത്തിൽ നിർബന്ധം ആക്കുന്നില്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. ആദ്യം ജനിച്ചവനെ മാറ്റി നിർത്തി പകരം മറ്റൊരാൾക്ക് ആദ്യ ജാത അവകാശം നൽകുന്നതായി ബൈബിളിൽ തെളിവുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇസ്മായിലിന് പകരം ഇസ്ഹാക്കിനെ, ഏശാവിന് പകരം യാക്കോബിനെ, രൂബേന് പകരം യോസഫിനെ, മനശ്ശെക്ക് പകരം എഫ്രീമിനെ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഒന്നാമത്തവനെ തള്ളി രണ്ടാമത്തവനെ ആദിജാതനായി കണക്കാക്കുന്നു. അതുപോലെ ആദിജാതനായ ഒന്നാം ആദം, അവൻ്റെ വംശവും ലോകം ഭരണം നടത്തുവാൻ അയോഗ്യരാണ് എന്ന് തെളിയിച്ചപ്പോൾ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു ആദിജാതനായി പരിഗണിക്കപ്പെട്ടു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ 5-ാമതായി കാണുന്ന ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, അതിനെ സംബന്ധിച്ച് നാളെ നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.